ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗം ശ്ലോകം 57. യ സർവത്രാനഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. യ സർവത്രാനഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, ഈ ലോക ജീവിതത്തിൽ സുഖകരവും അസുഖകരവുമായ അനുഭവങ്ങൾ ഉണ്ടാകും. നന്മയായാലും തിന്മയായാലും അനുഭവപ്പെടുമ്പോൾ സമബുദ്ധി നഷ്ടമാകരുത്. സുഖ അനുഭവങ്ങളെ അതിരുകടന്ന് അഭിനന്ദിക്കുകയും ദുരനുഭവങ്ങളെ അതേവിധം ദ്വേഷിക്കുകയും ചെയ്യുമ്പോൾ സമബുദ്ധി നഷ്ടപ്പെടുന്നു. രണ്ട് വിധത്തിലുള്ള അനുഭവങ്ങളെയും തുല്യനിലയിൽ സ്വീകരിക്കുന്നവൻ മനസ്സുറപ്പുള്ളവനാണ്. സ്ഥിതപ്രജ്ഞൻ എല്ലാവരോടും തുല്യനിലയിൽ പെരുമാറുന്നു. പൂർണ്ണചന്ദ്രൻ കുന്നിലും കുഴിയിലും മൈതാനത്തിലും തുല്യനിലയിൽ നിലാവ് പരത്തുന്നത് പോലെ സുഖാനുഭവങ്ങളിലും ദുഃഖങ്ങളിലും മനസ്സിന്റെ സമനില സൂക്ഷിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. മമതയുടെ രൂപഭേദമാണ് ലൗകികമായ സ്നേഹം. എന്റേതെന്ന വിചാരം സ്വന്തമെന്ന് കരുതുന്ന ശരീരത്തെക്കുറിച്ചായാലും സുഖഭോഗ വസ്തുക്കളെക്കുറിച്ചായാലും രാഗത്തിനും ക്രോധത്തിനും ഒക്കെ വഴിയൊരുക്കുന്നു. സ്ഥിതപ്രജ്ഞന് സ്വശരീരത്തിന്റെ നേർക്കുപോലും മമതയില്ല. സുഖദായകങ്ങളായ വസ്തുക്കളുടെ ഗുണങ്ങൾ വർണ്ണിക്കുന്നതാണ് അഭിനന്ദനം. മമതയുമായി ബന്ധപ്പെട്ടുള്ള അഭിനന്ദനം അന്യർക്ക് അരോചകമാകുമ്പോൾ അതും തമോ ഗുണപ്രധാനമാകുന്നു. തനിക്ക് ഹിതകരങ്ങളല്ലെന്ന് തോന്നുന്ന വിഷയങ്ങളുടെ നേർക്ക് തോന്നുന്ന മനോഭാവമാണ് ദ്വേഷം. സൂക്ഷ്മമാലോചിച്ചാൽ ദ്വേഷത്തിന്റെ അടിസ്ഥാനവും മമത തന്നെയാണെന്ന് ബോധ്യമാകും. മമതാരഹിതനായ സ്ഥിതപ്രജ്ഞന്റെ ഉള്ളിൽ ശുഭമോ അശുഭമോ ആയ ഒരനുഭവത്തിന്റെ നേർക്കും അഭിനന്ദനമോ ദേഷ്യമോ ഉണ്ടാകുന്നേയില്ല. സ്ഥിതപ്രജ്ഞനാകാൻ ഇന്ദ്രിയ സംയമം ആവശ്യമാണെന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുകയാണ്. യ സർവത്രാനഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭി നന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യ എന്നാൽ യാതൊരുവൻ, സർവത്ര എല്ലാ കാര്യങ്ങളിലും, അനഭിസ്നേഹ സ്നേഹശൂന്യമായി, ശുഭാശുഭം ശുഭമോ അശുഭമോ ആയ, തത് പ്ലസ് തത് അതായത് തത്തത് അധാതിനെ, പ്രാപ്യ പ്രാപിച്ചിട്ട്, ന അഭിനന്ദതി അഭിനന്ദിക്കാതിരിക്കുകയും, ന ദ്വേഷ്ടി ദ്വേഷിക്കാതിരിക്കുകയും, തസ്യ അദ്ദേഹത്തെ